ഹായ് ഓൾ, MS എക്സലിൽ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളിന്റെ നെയിം അസൈൻമെന്റ് സബ്മിറ്റ് ഫോം എന്നാണ്. 2 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ നെയിം, സെക്കൻഡ് കോളത്തിൽ അസൈൻമെന്റും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ അസൈൻമെന്റ് ഉള്ള കോളത്തിൽ ചെക്ക് ബോക്സ് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ചെക്ക് ബോക്സ് വരുന്നത് ഡെവലപ്പർ ടാബിന്റെ അണ്ടറിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ സിസ്റ്റം ഈ മുകളിൽ ഡെവലപ്പർ ടാബില്ല. നമുക്കത് എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലൂടെയാണ് ആക്സസ് ചെയ്യുക. നോക്കാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുത്തു, മോർ കമാൻഡ്സ് കൊടുക്കുക. ഇവിടെ ചൂസ് കമാൻഡ് ഫോം എന്നിടത്തോടത്ത് ഡെവലപ്പർ ടാബ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസേർട്ട് കൺട്രോൾ എടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് ചെക്ക് ബോക്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടില്ല ഇൻസേർട്ട് എന്നാണത്, ഇൻസേർട്ട് കൺട്രോൾസ് എന്നാണത്. അതിൽ നിന്ന് ഫോം കൺട്രോളിൽ ചെക്ക് ബോക്സ് എന്ന് കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ ചെക്ക് ബോക്സ് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിന്റെ സൈസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അങ്ങനെ ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് താഴോട്ടും അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ചെയ്യാം. വളരെ ഈസിയും സിമ്പിളും ആണ്. അപ്പോൾ ചെക്ക് ബോക്സ് ഉള്ളത് ഡെവലപ്പർ ടാബിൽ ഇൻസേർട്ടിന്റെ അണ്ടറിലാണ്. അതെല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.